സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ഡിസംബർ 14, 2025 മംഗളവാർത്ത 3-ാം ഞായർ. വചനഭാഗം ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. ദൈവം രചിക്കുന്ന സ്തോത്രഗീതങ്ങൾ. രചന തങ്കം തോമസ്. ഇന്നത്തെ വേദവായനകളെല്ലാം നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മെ തേടിയെത്തുന്ന കൃപയുടെ അനുഭവങ്ങളെക്കുറിച്ചാണ്. സ്നാപകന്റെ ജനനവും ഇസഹാക്കിന്റെ ജനനവും ഏശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേലിന് ദൈവം വാഗ്ദാനം ചെയ്യുന്ന സമാശ്വാസവും കൊറിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പങ്കുവയ്ക്കുന്ന നിസ്സാരതയ്ക്കും ഇല്ലായ്മയ്ക്കും വലിയ വില നൽകുന്ന ദൈവിക തിരഞ്ഞെടുപ്പുമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഓരോ വേദനയും ഓരോ സഹനാനുഭവവും വലിയ മഹിമയിലേക്കുള്ള വഴിയൊരുക്കലുകളാണെന്ന്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വൈകുന്നതെല്ലാം വലിയ അനുഗ്രഹങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. കൂടുതൽ സ്നേഹമെന്നാൽ കൂടുതൽ സഹനം. ഒരു 8 വർഷം മുമ്പ് എൻ്റെ കല്യാണം തീരുമാനമായ സമയത്ത് ജീവിതത്തിൽ പലതിനും വേണ്ടി ഞാൻ നടക്കേണ്ടി വരുന്ന അധിക ദൂരങ്ങളെക്കുറിച്ച് സുഹൃത്തായ ജോൺ കുറ്റിയിൽ അച്ഛനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അച്ഛൻ നോക്കിക്കോ, ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിരിക്കും ഞാൻ കുറേ കാത്തിരിക്കേണ്ടി വരിക. ഈശോ എനിക്കൊന്നും അത്ര പെട്ടെന്ന് തരാറില്ലല്ലോ. പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകില്ലടി, വലിയ സന്തോഷങ്ങൾ ഈശോ നിനക്ക് തരുമെന്നും അതിനായിരുന്നു ഈ അധിക ദൂരങ്ങളെന്നും പറഞ്ഞ് അച്ഛൻ എന്നോട് ഒരു അനുഭവം പറഞ്ഞു. ഞാനിപ്പോഴുള്ള പള്ളിയിൽ സഖറിയോയോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചത്തെ വചനഭാഗം വായിക്കുമ്പോൾ അന്നത്തെ പ്രസംഗത്തിൽ വന്ധ്യതയെക്കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുമായിരുന്നു. ഇടവകയിൽ 40കൾ പിന്നിട്ട ഒരു ടീച്ചറിന് കുട്ടികളില്ല. ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ തലകുനിച്ചിരിക്കും. ഞാൻ ടീച്ചറിനെ വേദനിപ്പിക്കുകയാണോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിന് ഒരു ഭാരമാണ്. ഞാൻ എല്ലാ ദിവ്യബലിയിലും അവരെ സമർപ്പിച്ച്, തമ്പുരാനെ, നീ അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞയിടയ്ക്ക് ആ ടീച്ചറിൻ്റെ ഭർത്താവ് കുർബാനയ്ക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഒരു കൃതജ്ഞതാബലി അർപ്പിക്കണേ, ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നു. എനിക്ക് ആ നിമിഷം തോന്നിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞിട്ട് ജോണച്ചൻ എന്നോട് പറഞ്ഞു, എടി, നമുക്കാണ് വൈകിയെന്ന് തോന്നുന്നത്. ഈശോയ്ക്ക് എല്ലാം കറക്റ്റ് സമയമായിരിക്കും. എൻ്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും കണ്ടറിഞ്ഞിട്ടുള്ള ജോണച്ചൻ എനിക്ക് വേണ്ടിയും ഒത്തിരി ബലിയർപ്പിച്ചിട്ടുള്ളത് കൊണ്ടാവാം ഈശോ എന്നെ അക്കാര്യത്തിൽ ഒത്തിരി പരീക്ഷിച്ചില്ല. പക്ഷേ സഖറിയായെയും എലിസബത്തിനെയും ഓർക്കുമ്പോഴെല്ലാം അച്ഛൻ പറഞ്ഞ ആ സംഭവം എനിക്ക് ഓർമ്മ വരും. ഒരു നിലവിളിക്കും ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരമില്ലാതെ പോവുകയില്ല എന്നതിന് ഒരു ഓർമ്മപ്പെടുത്തലായി ആ വചനഭാഗം ഞാൻ ഓർക്കും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും മോഹവും അവൻ്റെ ജനിതക മുദ്ര പേറുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. മറ്റെല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ കഴിയും. പക്ഷേ ഈയൊരു വേദന മരണത്തോളം പിന്തുടരും. സമൂഹത്തിൻ്റെ നിരന്തരമായ കുത്തിനോവിക്കലുകൾ കുട്ടികളില്ലായ്മ എന്ന വേദനയെ അതിജീവിക്കാൻ അവരെ അനുവദിക്കില്ല. ചിലർ വെറുപ്പിൻ്റെ നിസ്സംഗതയുടെ ഒരു മുഖം മൂടി അണിഞ്ഞ് പ്രതിരോധം തീർക്കുമ്പോൾ ചിലർ ഉലയിലുതിരുന്ന സ്വർണം പോലെ ഈ സഹനത്തിൽ പ്രകാശിതരാകും. സഖറിയ ഒരു പുരോഹിതനാണ്. ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി. അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നവൻ. കുട്ടികളില്ലായ്മയെ ചൊല്ലി എന്തോരം കുത്തുവാക്കുകളായിരിക്കും ആ മനുഷ്യൻ നേരിട്ടിട്ടുണ്ടാവുക. ഇത്രയേറെ ദൈവത്തോട് അടുത്ത് നിന്നിട്ടും നിനക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന പരിഹാസത്തിൽ ഏറെ മുറിപ്പെട്ടതുകൊണ്ടാവും പുത്രനെ നൽകുമെന്ന മാലാഖയോട് പോലും ഒരു മറുചോദ്യം അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ആ മറുചോദ്യം ദൈവദൂതനെ പോലും ചൊടിപ്പിക്കുന്നു. നിനക്ക് നന്നായി അറിയുന്ന ദൈവത്തെ അവിശ്വസിച്ചതിന് വാഗ്ദാന പൂർത്തീകരണത്തോളം നിശബ്ദനാക്കി. അതൊരു ശിക്ഷയൊന്നുമല്ല, മറിച്ച് എല്ലാ സഹനാനുഭവങ്ങളിലും അപമാനങ്ങളിലും പിടിച്ചു നിന്നൊരാളെ കൃപയുടെ കിരീടം അണിയിക്കുന്നതിന് മുമ്പുള്ള ഒരു ഒരുക്ക ധ്യാനമായിരുന്നു. ആരോടും വാചാലനാകാതെ, ചുറ്റുമുള്ളൊരാളും അറിയാതെ താൻ കണ്ടതും അനുഭവിച്ചതുമായ ദൈവിക നിമിഷങ്ങളെ പ്രഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്. എനിക്ക് ചിലപ്പോഴെങ്കിലും ഗബ്രിയേൽ മാലാഖയോട് ഒരു പരിഭവമൊക്കെ തോന്നിയിട്ടുണ്ട്. വേദനയുടെ അപമാനത്തിൻ്റെയൊക്കെ നീണ്ട വഴി താണ്ടിയൊരാൾ സന്തോഷ വാർത്തകളെ കണ്ണും പൂട്ടി സ്വീകരിക്കുമെന്ന് കരുതിയതിന്, അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ കോപിച്ചതിന്. എന്നാൽ എല്ലാം മനോഹരമാക്കുന്ന ദൈവമുണ്ടെന്ന്, എല്ലാ അപമാനങ്ങളെയും കുറവുകളെയും സങ്കടങ്ങളെയും അതിജീവിക്കുന്ന നിമിഷങ്ങളുണ്ടാകുമെന്ന് എൻ്റെ സ്വന്തം ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസഹാക്ക് ദൈവം സമ്മാനിക്കുന്ന ചിരി. സാറ വിശ്വാസികളുടെ എല്ലാം മാതാവ്. സാറായി എന്ന പേര് മാറ്റി സാറായി എന്നാക്കി ദൈവം സ്നേഹിച്ചതാണ് അവളെ. സാറ ഒരു സാധാരണ സ്ത്രീയായിരുന്നു.
വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അല്പം പിടിവാശികളൊക്കെയുള്ള ഒരു പച്ച മനുഷ്യത്തി. അബ്രഹാം കാണിച്ച വലിയ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളൊന്നും സാറായിൽ നമുക്ക് കാണാൻ പറ്റില്ല. ദൈവം അവളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. വയസ്സാം കാലത്ത് കർത്താവ് പുത്രനെ നൽകുമെന്ന് വാഗ്ദാനം നൽകിയപ്പോൾ കൂടാരത്തിലിരുന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തോന്നുന്ന ചിന്തയോടെ ചിരിച്ചതിന് ദൈവം സാറായെ ശാസിക്കുന്നുണ്ട്. നിരന്തരമായ അപമാനങ്ങൾ തന്നോളം ഉയർത്തിയ ദാസിയിൽ നിന്ന് പോലും കേൾക്കേണ്ടി വന്ന മച്ചി എന്ന ആക്ഷേപങ്ങളൊക്കെയും സാറായെ ചുറ്റുമുള്ളവരുടെ നല്ലതും കെട്ടതുമായ എല്ലാ വർത്തമാനങ്ങളെയും ചിരിയോടെ അവഗണിക്കാനും മാത്രം അവളുടെ ഹൃദയം കല്ലാക്കി മാറ്റിയിരുന്നു. ചില അനുഗ്രഹങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ അന്നോളം കടന്നു വന്ന വേദനകളുടെ കയ്പിൽ നമ്മളും മറുതലിക്കാറില്ലേ? ഇന്നസെൻ്റ് ഏതോ സിനിമയിൽ പറയുന്നത് പോലെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകാറില്ലേ? സാറായുടെ ജീവിതത്തിലെ സഹനാനുഭവങ്ങൾ കേവലം അനവധി ദുഃഖം മാത്രമല്ലെന്ന് ഇസഹാക്കിനെ വാഗ്ദാനം ചെയ്യുന്ന വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അബ്രഹാമിൻ്റെ ചിന്തകൾ, നിലപാടുകൾ, സ്വന്തം കാര്യം സുരക്ഷിതമാക്കുന്ന നിലപാട് എല്ലാം സാറായ എന്ന ഭാര്യയെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും പോകുന്നതാണെന്ന്. സാറായിൽ നിനക്കൊരു പുത്രൻ ജനിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ അബ്രഹാമിൻ്റെ ആത്മകഥം 100 കടന്ന എനിക്കിനി കുട്ടികൾ ഉണ്ടാകുമോ, 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ എന്നെല്ലാമാണ്. ഇസ്മായിൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതിയെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്ന അബ്രഹാം പറയുന്നത്, വംശം നിലനിർത്താൻ എനിക്കൊരു മകനുണ്ട്, ഇനി അവൾ പ്രസവിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലെന്നാണ്. ഇവിടെ സാറായും സാറായുടെ വേദനകളും അവഗണിക്കപ്പെട്ടെന്ന് എനിക്ക് മാത്രമാണോ തോന്നിയത്? മനുഷ്യൻ അവഗണിക്കുന്നതിനെ കരുതുന്നൊരു ദൈവമുണ്ട്. ആ അധ്യായത്തിൻ്റെ ആദ്യ വരികൾ സാറായ്ക്ക് വേണ്ടിയാണ്. ഇസഹാക്കിനെ വാഗ്ദാനം ചെയ്യപ്പെട്ടതിന് ശേഷവും അബിമലേക്കിന് മുന്നിൽ അബ്രഹാം സ്വന്തം സുരക്ഷയ്ക്കായി സ്വന്തം ഭാര്യയെ സഹോദരി എന്ന് പറയുന്നുണ്ട്. അബ്രഹാമിന് വേണ്ടി മറ്റൊരാളുടെ ഭാര്യയായി മാറേണ്ടി വരുന്നുണ്ട് സാറായ്ക്ക്. ഏത് ഭാര്യയ്ക്കാണ് ഇത് സഹിക്കാനാവുക? അവിടെയെല്ലാം സാറായെ രക്ഷിക്കാൻ ദൈവം എത്തുന്നുണ്ട്. അവളെ സ്വന്തമാക്കിയ അബിമലേക്കിനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അവനെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുമ്പോൾ ദൈവത്തിന് സാറായോട് എന്തൊരു കരുതലാണ്. തമ്പുരാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു അവളുടെ ചിരി കാണാൻ. ഒടുവിൽ ഇസഹാക്ക് എന്ന സമ്മാനത്തെ കയ്യേന്തി സാറ പ്രഘോഷിക്കുന്നുണ്ട്, എനിക്ക് സന്തോഷിക്കാൻ ദൈവം ഇട നൽകിയിരിക്കുന്നുവെന്ന്. അതേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, ദൈവം സ്നേഹിക്കുന്നവർക്കും വേദനകൾക്കൊടുവിലും ആനന്ദത്തിൻ്റെ വിരുന്നുകളുണ്ടാവും. കുറവുകളെല്ലാം നിറവുകളാകാനുള്ളതാണ്. ഇസഹാക്കിൻ്റെയും സ്നാപകൻ്റെയും ജനനം സംബന്ധിച്ച വായനകളുടെ തുടർച്ച എന്നോണമുള്ള വേദഭാഗമാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പറയുന്നത്. ദൈവത്തിന് നൽകുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന നമ്മളോട് പൗലോസ്ലിഹ പറയുകയാണ്, ദൈവീകമായ തിരഞ്ഞെടുപ്പുകളെ മാനുഷിക ബുദ്ധിയുടെ തലത്തിൽ നിന്ന് അളക്കരുതെന്ന്. വാർദ്ധക്യം എന്ന എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഘട്ടത്തിലാണ് അബ്രഹാമും സാറായും സഖറിയായും എലിസബത്തും ദൈവകൃപയുടെ കിരീടമണിഞ്ഞത്. നമ്മുടെ അറിവോ കഴിവോ ഒന്നും ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുന്നതിന് മാനദണ്ഡമല്ല. നമ്മുടെ ബലഹീനതകളിലാണ് അവിടുത്തെ ശക്തി പ്രകടമാവുന്നത്. ചുറ്റുമുള്ളവർ എത്രയെല്ലാം അധിക്ഷേപിച്ചാലും പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ച് കരുതലുണ്ടെന്ന ഒരൊറ്റ ഓർമ്മയുടെ ബലത്തിൽ നമ്മുടെ സഹനപർവ്വങ്ങളെ താണ്ടാം. ഒറ്റയ്ക്ക് നിർത്തുന്നത് ഉയരത്തിൽ നിർത്താനാണെന്ന് വിശ്വസിക്കുക. ലോകദൃഷ്ടിയിൽ അദൃശ്യമായതിനെയും അവഗണിക്കപ്പെട്ടതിനെയും ഇല്ലായ്മയെയും ദൈവം തിരഞ്ഞെടുത്തിരുന്നു. വിയാനി പുണ്യാളനും അസീസിയിലെ ഫ്രാൻസിസും ജോൺ പോൾ പാപ്പയുമെല്ലാം ഇത്തരം തിരഞ്ഞെടുപ്പുകളായിരുന്നു. ഒന്നും ശരിയാകുന്നില്ലെന്നും ചുറ്റിലും ഇരുട്ടാണെന്നും തോന്നുമ്പോൾ ഓർക്കണം, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന്. കർത്താവിൽ ആനന്ദിക്കുന്ന സുദിനം വരും. ഏശയ്യാ പ്രവാചകനിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഇരുണ്ട ദിനങ്ങളെ അതിജീവിച്ച് നാം മഹത്വമണിയുമെന്നാണ്. മരുഭൂമിയുടെ ശൂന്യതയിൽ അവിടുന്ന് നമുക്കായി ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യമായി മാറും. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറയാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നാം. നമ്മുടെ കുറവുകളും സഹനങ്ങളുമെല്ലാം വലിയ അനുഗ്രഹമായി മാറുമ്പോൾ അതൊരു സുവിശേഷ പ്രഘോഷണമായി മാറുകയാണ്. സാറായുടെയും സഖറിയായുടെയും വാക്കുകൾ വലിയ സാക്ഷ്യമായി മാറിയതുപോലെ നമ്മുടെ ജീവിതവും സുവിശേഷമായി മാറും. പ്രസംഗങ്ങളെക്കാൾ വലിയ സാക്ഷ്യമാണ് മനുഷ്യരുടെ ജീവിതത്തിന് നൽകാൻ പറ്റുക. നമ്മുടെ വിളി സുവിശേഷമാകാനാണ്. അതിൽ സഹനമുണ്ട്, കുരിശുമരണമുണ്ട്, ഉത്ഥാനവുമുണ്ട്. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലം അവിടുത്തെ മുന്നിലുണ്ട്. വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടും. ഉലയിൽ ശുദ്ധി ചെയ്യപ്പെട്ട സ്വർണം പോലെ നമ്മൾ വിളങ്ങും. ഒരുപാട് സഹിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ഒരിക്കലും പരിഹസിക്കാതിരിക്കാനും കുത്തുവാക്ക് പറയാതിരിക്കാനും നമ്മൾ ഓർക്കണം. കാരണം
അവരെ എന്തോ മനോഹരമായ പദ്ധതിയുടെ ഭാഗമാക്കാൻ ദൈവം ഒരുക്കുകയാണ്. പ്രാർത്ഥനയോടെ അവരെ ചേർത്ത് പിടിച്ചാൽ ആ മനോഹരമായ ദൈവാനുഭവത്തിൽ നമുക്കും പങ്കാളികളാകാൻ പറ്റും. സഹനങ്ങളിലേക്കും നിസ്സഹായതകളിലേക്കും പരിശുദ്ധ അമ്മയെപ്പോലെ തിടുക്കത്തിൽ കടന്നു ചെന്ന് സഹനപാർവത്തിൻ്റെ ദിനങ്ങളിൽ കൈത്താങ്ങാകാനും അനുഗ്രഹത്തിൻ്റെ മഴയിൽ അവർക്കൊപ്പം ആനന്ദനൃത്തം ചവിട്ടാനും നമുക്ക് പറ്റണം. അതാണ് യഥാർത്ഥ സുവിശേഷം. ഒത്തിരി പ്രാർത്ഥിക്കുകയും ദൈവത്തോടും മനുഷ്യരോടും സ്നേഹമായിരിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും വേദനകളും സഹനങ്ങളും ഉണ്ടാകില്ലെന്ന് കരുതരുത്. ഇത്രയ്ക്ക് പ്രാർത്ഥിച്ചിട്ടും നിനക്കിത് വന്നല്ലോ എന്നോർത്ത് പരിതപിക്കുകയും അരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതികളനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുക തന്നെ ചെയ്യും. കുരിശിലേറുന്നവരൊക്കെ ഉയർക്കും. വേദനിച്ചിരിക്കുന്ന പ്രിയ മനുഷ്യരെ, നിങ്ങൾ ക്രിസ്തുവിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. സുവിശേഷമാകാനുള്ള വിളി എത്ര മനോഹരമാണ്. വരൂ, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം, അവനോടുകൂടെ ഉയർക്കുകയും ചെയ്യാം.